ഹായ് ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് കേവലം ഒരു രാജ്യമല്ല, പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒരു അനുഭൂതിയാണ്. ഈ മനോഹര ഭൂമിയിൽ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടി പ്രകൃതിയുടെ ശാന്തമായ താളത്തിലേക്ക് മടങ്ങിയെത്താൻ കൊതിക്കുന്ന സഞ്ചാരികൾക്കായി ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതാണ് വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത മഞ്ഞുമലകൾക്കിടയിൽ ഒതുങ്ങി പതുങ്ങിക്കിടക്കുന്ന മനോഹരമായ പർവ്വത ഗ്രാമങ്ങൾ. ശബ്ദമില്ലാത്ത ആ ലോകത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ? മ്യൂറൻ എന്ന സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് യുങ്ഫ്രൗ മേഖലയിലുള്ള പ്രവേശന കവാടമായ ലൗട്ടർബ്രൂണൻ താഴ്വരയിൽ നിന്നാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷമാണ് പ്രകൃതിയുടെ അത്ഭുത ലോകത്തേക്ക് കാൽനടയായി പ്രവേശിക്കുന്നത്. ലൗട്ടർബ്രൂണൻ താഴ്വരയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നത് ഒരു വിസ്മയ ലോകമാണ്. ഹിമയുഗത്തിന്റെ അനശ്വര ശേഷിപ്പായി ഇംഗ്ലീഷ് അക്ഷരം യു ആകൃതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ താഴ്വര ഭീമാകാരമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന 72 വെള്ളച്ചാട്ടങ്ങളാൽ ലോകപ്രസിദ്ധമാണ്. ലൗട്ടർബ്രൂണൻ എന്ന പേരിന്റെ ഉത്ഭവം പോലും ഈ താഴ്വരയുടെ വിസ്മയം വിളിച്ചോതുന്നതാണ്. ലൗട്ടർ എന്നാൽ ഉറക്കെ എന്നും ബ്രൂണൻ എന്നാൽ നീരുറവ എന്നുമാണ് അർത്ഥം. അതായത് ലൗട്ടർബ്രൂണൻ എന്നാൽ ഉറക്കെയുള്ള നീരുറവകൾ എന്നാണ്. ഉയർന്ന പാറക്കെട്ടുകളിൽ തട്ടി ചിതറിത്തെറിക്കുന്ന ഓരോ ജലധാരയും ഈ താഴ്വരയുടെ കഥ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മന്ത്രം പോലെ നമുക്ക് അനുഭവപ്പെടും. ഇവിടെ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന 2 ജലവിസ്മയങ്ങളുണ്ട്: ട്രൊമ്മൽബാഹും സ്റ്റൗബാഹും. ലൗട്ടർബ്രൂണനിലെ 72 വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്നത് ട്രുമ്മൽബാഹാണ്. ട്രുമ്മൽ എന്നാൽ ഇടിമുഴക്കം എന്നും ബാഹ് എന്നാൽ അരുവി എന്നുമാണ് അർത്ഥം. ഈ പേര് കേവലം ഒരു അലങ്കാരം മാത്രമല്ല, യൂറോപ്പിലെ ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ഹിമനദി വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ഇത് പാറക്കെട്ടുകൾ തുരന്ന് കുതിച്ചെത്തുന്ന വെള്ളത്തിന്റെ ശക്തിയാൽ ഉണ്ടാകുന്ന അതിഭീകരമായ മുഴക്കത്താൽ സഞ്ചാരികളെ അമ്പരപ്പിക്കും. ട്രുമ്മൽബാഹിന്റെ ഭീകരമായ മുഴക്കത്തിൽ നിന്ന് അല്പം മാറി സൗന്ദര്യത്തിന്റെ മറ്റൊരു പര്യായമായി സ്റ്റൗബാഹ് വാട്ടർഫാൾ തല ഉയർത്തി നിൽക്കുന്നു. ഏകദേശം 297 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഇത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. സ്റ്റൗബ് എന്നാൽ പൊടി അല്ലെങ്കിൽ ഡസ്റ്റ് എന്നും ബാഹ് എന്നാൽ അരുവി എന്നും അർത്ഥം വരുന്ന സ്റ്റൗബാഹ് പൊടിയരുവി എന്ന പേര് അനർത്ഥമാക്കുന്നത് അതിൻ്റെ കാഴ്ചയിലാണ്. ഇത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ജലകണങ്ങൾ പൊടി പോലെ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരും. സൂര്യരശ്മികൾ ഈ ജലകണങ്ങളിൽ തട്ടുമ്പോൾ മഴവിൽ മാല തീർക്കുന്ന കാഴ്ച ശരിക്കും ഒരനുഭൂതി തന്നെയാണ്. ലൗട്ടർബ്രൂണൻ താഴ്വരയുടെ വിസ്മയങ്ങളിൽ നിന്ന് ഇനി നാം മ്യൂറൻ എന്ന കാർ രഹിത ഭൂമിയിലേക്ക് പറന്നുയരുകയാണ്. ലൗട്ടർബ്രൂണൻ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് മുകളിലേക്ക് കുതിക്കുന്ന കേബിൾ കാർ യാത്ര ആരംഭിക്കുന്നത്. താഴ്വരയെ പിന്നിലാക്കി നമ്മെ 1470 മീറ്റർ ഉയരത്തിലുള്ള ഗ്രൂട്ട്ഷ് ആൽപ്പ് എന്ന സ്റ്റേഷനിൽ ഇതെത്തിക്കുന്നു. അവിടെ എത്തിയാൽ ചെറിയൊരു മൗണ്ടൻ ട്രെയിൻ നമ്മെ കാത്തിരിക്കുന്നു. കേവലം 15 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ട്രെയിൻ യാത്ര ആൽപൈൻ സൗന്ദര്യത്തിന്റെ ഹൃദയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യാത്രക്കിടയിൽ വിന്റർ എഗ് എന്ന സ്റ്റേഷനിൽ ഒന്നിറങ്ങിയാൽ ആൽപ്സിലെ അതികായന്മാരായ ഐഗർ, മേൺഷ്, യുങ്ഫ്രൗ എന്നീ മഞ്ഞുമലകളുടെ മനോഹരമായ ദൃശ്യം ഒരു പോസ്റ്റ് കാർഡ് ചിത്രം പോലെ നിങ്ങളെ അഭിവാദ്യം ചെയ്യും. ആ നിമിഷം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്യാമറ കൈകളിലെടുത്തു പോകും. പാറക്കെട്ടുകളുടെ അരികു ചേർന്ന് ഇടുങ്ങിയ പാതയിലൂടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ആയിരക്കണക്കിനടി താഴ്ചയിൽ
ലൗട്ടർബ്രൂണൻ താഴ്വരയുടെ വിസ്മയകരമായ കാഴ്ചകൾ കൗതുകം പകരും. മുകളിലേക്ക് പോകുന്തോറും തിരക്ക് കുറഞ്ഞ് ശാന്തത നിറയുന്ന ഈ യാത്ര മ്യൂറനിലെ സ്വസ്ഥമായ ജീവിതത്തിലേക്കുള്ള സ്വാഗതമാണ്. മഞ്ഞുമലകളുടെ മടിത്തട്ടിൽ മേഘങ്ങൾ പാറക്കെട്ടുകളെ തഴുകിയൊഴുകുന്നിടത്ത് ശാന്തതയും സൗന്ദര്യവും കൈകോർക്കുന്ന ഒരു മായാ കാഴ്ചയുണ്ട്. അതാണ് മ്യൂറൻ. സ്വിറ്റ്സർലൻഡിന്റെ ഹൃദയഭാഗത്ത് ലൗട്ടർബ്രൂണൻ താഴ്വരയുടെ അഗാധമായ കാഴ്ചകൾക്ക് മുകളിലായി നിഗൂഢമായി കിടക്കുന്ന ഈ കൊച്ചു ഗ്രാമം പ്രകൃതിയുടെ നിസ്സംഗതയും മനുഷ്യന്റെ ശാന്തതയും ഒന്നായി അലിയിക്കുന്ന സ്വപ്നഭൂമിയാണ്. ഇവിടേക്ക് കാറുകൾക്ക് പ്രവേശനമില്ല. തിരക്കില്ലാത്ത പാതകളിൽ വാഹനങ്ങളുടെ ശബ്ദത്തിനു പകരം കാറ്റിന്റെ മർമ്മരം മാത്രം. ഈ ഗ്രാമത്തിൽ പർവ്വതങ്ങൾ സംസാരിക്കുന്നത് കാറ്റിനോടാണ്, അരുവികൾ പാടുന്നത് നിശബ്ദതയോടാണ്. ഇവിടെ ആകാശവും ഭൂമിയും പരസ്പരം കണ്ടുമുട്ടുന്ന ആ നിമിഷങ്ങളിൽ സമയം പോലും നിശ്ചലമാകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത്ഭുതമില്ല. മ്യൂറൻ വെറുമൊരു ഗ്രാമമല്ല, പ്രകൃതി നമ്മോട് സംസാരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. കഴുത്തിൽ മണികിലുക്കി മേയുന്ന പശുക്കളുടെ താളത്തിലുള്ള ശബ്ദവും സാധനങ്ങൾ കൊണ്ടുപോകുന്ന ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ നേർത്ത ഇരമ്പലും മാത്രം. മ്യൂറനിലെ ജീവിതം പ്രകൃതിയുടെ ഈ ശാന്തമായ താളത്തിനൊത്ത് ഒഴുകുന്നു. മ്യൂറന്റെ ആഡംബരമായ ശാന്തതയിൽ നിന്ന് അല്പം താഴേക്ക് യാത്ര ചെയ്താൽ ഗിമ്മൽവാൾഡ് എന്ന കൊച്ചു ഗ്രാമത്തിലെത്തും. മ്യൂറന് താഴെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ ആൽപൈൻ ഗ്രാമം ലാളിത്യത്തിന്റെ പര്യായമാണ്. മ്യൂറനിൽ നിന്ന് 45 മിനിറ്റ് നടന്നോ കേബിൾ കാർ വഴിയോ ഇവിടെ എത്താം. സ്വിസ് ആൽപ്സിലെ ഏറ്റവും ശാന്തവും പാരമ്പര്യ തനിമ നിലനിർത്തുന്നതുമായ ഈ കാർ രഹിത ഗ്രാമത്തിൽ 100ഓളം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. മനുഷ്യരെക്കാൾ കൂടുതൽ കന്നുകാലികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവിടത്തുകാരുടെ ജീവിതം. സ്വിസ് ആൽപൈൻ ജീവിതത്തിന്റെ യഥാർത്ഥ ലാളിത്യം ഇവിടെ നേരിൽ ദർശിക്കാം. ഗിമ്മൽവാൾഡിലെ സ്വിസ് ലാളിത്യത്തിന് സാക്ഷ്യം വഹിച്ച ശേഷം കേബിൾ കാറിൽ ഞങ്ങൾ താഴെ സ്റ്റേഹൽബെർഗ് താഴ്വരയിലേക്ക് ഇറങ്ങി. ലൗട്ടർബ്രൂണൻ താഴ്വരയുടെ അങ്ങേയറ്റത്തുള്ള ഈ ഗ്രാമത്തിൽ റോഡ് അവസാനിക്കുന്നു. മ്യൂറനും ഗിമ്മൽവാൾഡും വെറുമൊരു ഗ്രാമം മാത്രമല്ല, അത് സമയം മന്ദഗതിയിലാക്കുന്ന ഒരു അനുഭവമാണ്. വാഹനങ്ങളുടെ ഗർജനങ്ങളില്ലാതെ ശാന്തതയിൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ വ്യക്തമായി കേൾക്കാൻ തുടങ്ങും. കാറ്റിൻ്റെ മൃദുസ്പർശവും പശുക്കളുടെ മണിയൊച്ചയും ചേർന്ന് ഇവിടെ ഒരു നിസ്സംഗ സംഗീതം ഒഴുകിപ്പരക്കുന്നു. മഞ്ഞുമലകളുടെ മടിത്തട്ടിൽ നിൽക്കുമ്പോൾ നാം ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വേർപെട്ട് തൻ്റെ തന്നെ ശ്വാസത്തിൻ്റെ താളം കേൾക്കാൻ തുടങ്ങുന്നു. പ്രകൃതിയുമായി പുനഃസന്ധിച്ച് ആത്മശാന്തി തേടാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്വപ്നഭൂമിയാണിത്. ലോകത്തിലെ എല്ലാ ബഹളങ്ങൾക്കുമിടയിൽ നിന്നകന്ന് ശാന്തതയുടെ ശബ്ദം മാത്രം കേൾക്കാനാവുന്ന സ്വിസിലെ ആ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ മടങ്ങിപ്പോന്നു. മറ്റൊരു പുത്തൻ വീഡിയോ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.